ജീവിതം തന്നെ വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ നിസ്സഹായ ഒരു സ്ത്രീ വേവലാതിയോടെ ആശങ്കയോടെ എഴുതി പകുതിയാക്കിയ ഒരു കത്താണ് ഇവിടെ വായിക്കുന്നത്. കത്തിങ്ങനെയാണ്: എനിക്ക് പേടിയാണ്, ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല. തൊഴിൽ സ്ഥലത്ത് പീഡനം നേരിടേണ്ടി വന്ന ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിനും ആരോഗ്യത്തിനും അത് ഭീഷണിയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണയ്ക്കായി യാചിക്കുകയാണ്. എൻ്റെ വിഷമം മനസ്സിലാക്കി ഇതിൽ നിന്ന് കരകയറാൻ എനിക്ക് കുറച്ച് സമയം തരൂ. കരുണയോടെ യാചിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാണ് നമ്മൾ ഈ കേട്ടത്. ഈ കത്ത് അവരെഴുതി പൂർത്തിയാക്കിയില്ല, പകുതിയായതേ ഉള്ളൂ. നമ്പർ 2 എന്നെഴുതിയിട്ട് ഒരു വാക്കുകൂടി എഴുതിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഇല്ല എൻ്റെ കയ്യിൽ കിട്ടിയ ചിത്രത്തിന്. സെക്കൻഡ്ലി എന്നാണെന്ന് തോന്നുന്നു. അതിനുശേഷം അവർക്ക് എഴുതാൻ സാധിച്ചില്ല. പെട്ടെന്ന് അവർക്ക് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരിക്കെ അവര് ഈ ലോകത്തോടും ജീവിതത്തോടും വിട പറഞ്ഞു. അവരെ ദ്രോഹിച്ച തൊഴിലിടത്തോടും കേന്ദ്ര സർക്കാർ ഓഫീസിനോടും വിട പറഞ്ഞ് യാത്രയായി. ജോളി മധു എന്ന് പറയുന്ന 56-കാരിയാണ് ഈ പാതിക്കത്ത് എഴുതിയത്. എറണാകുളത്ത് വെണ്ണല ചളിക്കവട്ടം സ്വദേശി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡില്, അതിന്റെ കൊച്ചി ഓഫീസില്, ഹെഡ് ഓഫീസാ, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസറായിരുന്നു ജോളി മധു. അവര് ഇപ്പോൾ ബോർഡിന്റെ നിലവിലെ സെക്രട്ടറിക്ക് അയക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ കത്ത്, അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചതും കേട്ടതും. ജോളി മധു അവരുടെ ജീവന് വേണ്ടി അല്ലെങ്കിൽ കരുണയ്ക്കായി യാചിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിലെ അഴിമതികള്, നിരന്തരം സംഭവിക്കുന്ന അഴിമതികൾ കണ്ടിട്ട് അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് അവർ ചെയ്ത കുറ്റം. അവരത് പരസ്യമായി പറഞ്ഞില്ല, മറ്റാരോടും പറഞ്ഞില്ല, മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അവരുടെ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഈ വിവരം അറിയിച്ചു. അതാണ് ജോളി മധു ചെയ്ത ഒരു വലിയ തെറ്റ്. സാധാരണ ഒരു ഓഫീസില്, അത് കേന്ദ്ര സർക്കാരിന്റെ ആവട്ടെ സംസ്ഥാന സർക്കാരിന്റെ ആവട്ടെ, ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഒരു സെക്ഷൻ ഓഫീസർ അത് ശ്രദ്ധിക്കുകയും അത് മേലധികാരങ്ങളിലേക്ക് അറിയിക്കുകയും ചെയ്യുമ്പോൾ അത് എത്ര ഗുരുതരമായ അഴിമതികൾ, തുടർച്ചയായി സംഭവിച്ച അഴിമതികളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറെ പാടുപെടേണ്ടതില്ല. പക്ഷേ ഒരു സെക്ഷൻ ഓഫീസർ, ചെയർമാൻ അടക്കമുള്ള ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയോ, അത് സ്വാഭാവികമായിട്ടും മേലധികാരത്തിലിരിക്കുന്നവർക്ക് പിടിക്കുകയില്ലല്ലോ. പിന്നീട് ജോളി മധുവിനെതിരായിട്ട് പീഡനങ്ങളുടെ ഒരു തുടർക്കഥയാണ് സംഭവിച്ചത്. ജോളി മധു ഒരു കാൻസർ അതിജീവിതയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാ. എല്ലാ തരത്തിലുമുള്ള പരിഗണനകൾ ലഭിക്കേണ്ട ഒരു ജീവനക്കാരിയാ. എന്നിട്ട് പോലും അവരെ ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലേക്ക് സ്ഥലം മാറ്റി. അവരുടെ പ്രൊമോഷൻ തടഞ്ഞു. അവരുടെ 5 മാസത്തെ ശമ്പളം തടഞ്ഞു വെച്ചു. കിട്ടിയ അവസരങ്ങളിലെല്ലാം അവരെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു. ഒടുവിൽ അവരെ രാജമുന്ദ്രിയിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റി. അപ്പോഴവര് നിരന്തരമായ ഈ മാനസിക പീഡനത്തിനെതിരെ, തൊഴിലിടത്തിലെ പീഡനത്തിനെതിരെ കയർ ബോർഡ് ചെയർമാൻ അടക്കമുള്ള 4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ചെയർമാനും മുൻ സെക്രട്ടറിയും അടക്കം 4 ഉദ്യോഗസ്ഥന്മാർ, അവർക്കെതിരെ പരാതി നൽകി. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മന്ത്രാലയത്തിന്, മന്ത്രിക്ക്, സഹമന്ത്രിക്ക്, എന്തിന് പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക് വരെ അവര് പരാതി അയച്ചു. ഈ മന്ത്രാലയത്തിന്റെ കീഴിലാണ് കയർ ബോർഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ വകുപ്പിലേക്ക് പരാതികൾ അയച്ചത്. പക്ഷേ അവർക്കെതിരായിട്ട് നിരന്തരം ഭീഷണികളും മാനസികമായ പീഡനങ്ങളും തുടരുകയാണ് ചെയ്തത്. ഇത്തരം ആരോപണങ്ങളോ പരാതികളോ ഒന്നും ചെയർമാനോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ സമ്മതിച്ചു കൊടുക്കുകയില്ലല്ലോ. ജോളി മധു മരിച്ചതിന് ശേഷം ബോർഡ് ഒരു വിശദീകരണ കുറിപ്പ് എഴുതി. അതായത് 28 വർഷമാണ് ജോളി മധുവിന്റെ കയർ ബോർഡിലെ സേവന കാലയളവ്. അതിൽ 26 വർഷവും കൊച്ചിയിൽ തന്നെയായിരുന്നത്. കൊച്ചി ഹെഡ് ഓഫീസാണെന്ന് ഓർക്കണം, അവിടെ തന്നെയാണ് ഇരുന്നത്. പിന്നീട് ഭരണപരമായ ഒരു സൗകര്യത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടിയാണ് ആന്ധ്രയിലെ രാജമുദ്രിയിലേക്ക് സ്ഥലം മാറ്റിയത്. അതും പോരാഞ്ഞ് അവര് രോഗബാധിതയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ വളരെ ദയാപൂർവം ജോളി മധുവിനെ കൊച്ചിയിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്തു.
അപ്പോൾ മെഡിക്കൽ ലീവ് കൊടുത്തു, തടഞ്ഞു വെച്ച ശമ്പളം കൊടുത്തു. ഇതൊക്കെയാണ് അവരുടെ ന്യായീകരണങ്ങൾ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ സംഭവിക്കുക. അധികാരം കൈവശമുള്ളവരെ പറയുന്നതാണല്ലോ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അവസാന വാക്ക്. പക്ഷെ അന്നേരവും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇവിടെ. ഈ 26 വർഷം കൊച്ചിയിൽ ജോലി ചെയ്തത് ജോളി മധുവിന്റെ തെറ്റാണോ, കുറ്റമാണോ? നേരത്തെ പറഞ്ഞോളൂ, ഇത് ഈ സ്ഥാപനത്തിന്റെ കേന്ദ്ര ഓഫീസാ. മിക്ക ഉദ്യോഗസ്ഥന്മാരും അവിടെ ദീർഘകാലമായിട്ട് ഇരിക്കുന്നവരാ. പിന്നീട് ശമ്പളം കൊടുത്തെന്നാ പറയുന്നത്. അത് അവരുടെ തടഞ്ഞു വെച്ച ശമ്പളമാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ അവരുടെ ശമ്പളം തടഞ്ഞു വെച്ചു എന്നല്ലേ? അത് എന്തിന്റെ പേരിലായിരുന്നു? അങ്ങനെ ശമ്പളം തടയുന്നതിന് ചെയർമാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അധികാരമുണ്ടോ? മെഡിക്കൽ ലീവ് കൊടുത്തത്രേ നമ്മുടെ മഹാനുഭാവനായ ചെയർമാൻ. രോഗബാധിതയായ ഒരു ജീവനക്കാരിക്ക് അവകാശപ്പെട്ടതാണ് മെഡിക്കൽ ലീവ്. അത് കൊടുത്തതിനെ കുറിച്ച് വലിയ പൊള്ളക്കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സെക്ഷൻ ഓഫീസറെ കൊച്ചിയിൽ നിന്ന് രാജമുദ്രയിലേക്ക് മാറ്റുന്നത് സാർ എന്ത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാ? ഒന്ന് പറഞ്ഞ് വിശദീകരിച്ചാൽ കൊള്ളാം. ജോളി മധു നീതിക്കായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പല വാതിലുകളിൽ മുട്ടി. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രാലയത്തിലുള്ളവർക്ക്, മന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക് വരെ പരാതി അയച്ചു. ഈ വകുപ്പിന്റെ സഹമന്ത്രി ശോഭ കരന്തലാജെ കൊച്ചിയിൽ വന്നപ്പോ നേരിട്ട് കണ്ടു സംസാരിച്ചു, പരാതി ബോധിപ്പിച്ചു. എന്നിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. അവർ ഈ 4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ചെയർമാനും സെക്രട്ടറിയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തൊഴിലിടത്തിലെ മാനസിക പീഡനത്തിന്റെ പേരിൽ പരാതിയും കൊടുത്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷമാണ് ജോളി മധുവിനെ മാനസികമായി തളർത്തിയ ഏറ്റവും ദയാരഹിതമായ ഒരു നടപടി ഉണ്ടാവുന്നത്. മറ്റു ജീവനക്കാരുടെ മുമ്പിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് ജോളി മധുവിനോട് ആവശ്യപ്പെട്ടു. പരസ്യമായി മാപ്പ് എന്ന് പറയുമ്പോൾ മറ്റു ജീവനക്കാരുടെ മുമ്പിൽ ആരോടാണ്? ചെയർമാനോടും മറ്റുമായിരിക്കുമല്ലോ. അങ്ങനെ മാപ്പ് പറയണം എന്ന് പറഞ്ഞു. ജോളി മധു മാനസികമായി തകർന്നുപോയി. അവരുടെ മുമ്പിൽ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറി. അപ്പോഴാണ് അവര് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് അയക്കാനായിട്ടൊരു കത്ത് തയ്യാറാക്കിയത്. വിധി എന്നേ പറയുണ്ടോ, അവർക്ക് ആ കത്ത് പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് പാതി വഴിയിൽ എഴുതി നിർത്തി. അതിനുശേഷം ഒരു ആശുപത്രിയിൽ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ് ഉണ്ടായത്. എത്ര ദയാരഹിതമായിട്ട്, കരുണയില്ലാതാണ് ജോളി മധുവിനോട് കയർ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയത് എന്ന് ഇതിൽ നിന്നൊക്കെ വളരെ വളരെ വ്യക്തമാണ്. അവർ ചെയ്ത തെറ്റെന്താണ്? അവരെ ജോലിയിൽ വീഴ്ച വരുത്തിയില്ല. അച്ചടക്ക ലംഘനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. സ്വന്തം ഓഫീസിൽ നടക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അഴിമതികൾ അത് പരസ്യമായി പറയാതെ അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പരാതി പറഞ്ഞു. അത് മാത്രമാണ് ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണ് ഈ പീഡന പരമ്പരകൾ അരങ്ങേറിയത്. കരുണയുടെയോ കാരുണ്യത്തിന്റെയോ ലെവലേശം പോലും ഇല്ലാതെയാണ്, അല്പം പോലും ദയാവായ്പില്ലാതെയാണ് കയർ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഈ സ്ത്രീയോട് പെരുമാറിയത്. നിസ്സഹായ ഒരു സ്ത്രീയെ അധികാരത്തിന്റെ ഉരുക്കുദണ്ഡ് ഉപയോഗിച്ച് ചവിട്ടി അരിക്കുകയാണ് ഈ മേലുദ്യോഗസ്ഥന്മാര് ചെയ്തത്. കാൻസർ അതിജീവിതയായ സ്ത്രീയെ വളരെ വിദൂരമായ രാജമുദ്രയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ശാരീരികമായ പീഡനമാണ് അവരേൽപ്പിച്ചത്. അതുപോലെ ശമ്പളം തടയുക, പ്രൊമോഷൻ നൽകാതിരിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരെ മാനസികമായി ദ്രോഹിച്ചു, പീഡിപ്പിച്ചു. പിന്നീട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പീഡനം തുടരുകയായിരുന്നു. ഈ ആരോപണത്തിനിരയായ 4 ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ആലോചിക്കണം. ഒരു ജീവിതം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിങ്ങളെ ഭാര്യയും മക്കളും കുടുംബവും ഒന്നും ഇല്ലാത്തവരാണോ? നിങ്ങളുടെ അല്പം കരുണയോടുകൂടി, ദയോടുകൂടി, ഒരു മാനുഷിക പരിഗണനയോടുകൂടി ആ സ്ത്രീയോട് പെരുമാറിയിരുന്നുവെങ്കിൽ ഇന്ന് ജോളി മധു നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. മഹേഷ് പി മൈക്കിൾ, മിലൻ പി മൈക്കിൾ എന്ന് പറയുന്ന 2 മക്കൾക്ക് അമ്മ ഇല്ലാതാകുമായിരുന്നില്ല. വാസ്തവത്തില് ഇതൊരു കൊലപാതകമാണ്. ജോളി മധുവിന്റെ മരണമൊഴിയാണ് അവരുടെ പാതി പൂർത്തിയാക്കിയ കത്ത്. അവരുടെ പരാതിയിൽ പറയുന്ന 4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. ഒരു സർക്കാർ ഓഫീസിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്ത ഒരു സംഭവം. എന്തായാലും ജോളി മധുവിന് നീതി കിട്ടുക തന്നെ വേണം. ജോളി മധുവിന്റെ മരണം സംഭവിച്ചതിന് ശേഷം MSME മന്ത്രാലയം ഈ ആരോപണ വിധേയരെ പറ്റി അന്വേഷിക്കാൻ ഒരു 3-അംഗ സമിതിയെ, അവർക്കെതിരായി വന്ന അഴിമതി ആരോപണങ്ങൾ, മാനസികമായ പീഡനം, ഇതൊക്കെ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുന്നതിന് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുക. പക്ഷേ ഈ മന്ത്രാലയത്തിലെ ഉന്നത
ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. അവരിൽ നിന്ന് ജോളി മധുവിന് നീതി ലഭിക്കുമോ? അതോ അവര് ചെയർമാൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനായിരിക്കുമോ ശ്രമിക്കുക? അത്തരത്തിലുള്ള ആശങ്കകൾ ജോളി മധുവിന്റെ കുടുംബത്തിനുണ്ട്. കുറെ കൂടെ സ്വതന്ത്രമായ ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ ഇത് സംബന്ധിച്ച അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ആര് അന്വേഷണം നടത്തിയാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ജോളി മധുവിന് നീതി ലഭിക്കുകയും വേണം.